സിനിമ എൻജോയ് ചെയ്യാനുള്ളത്, അല്ലാതെ അത് പേപ്പർ മേനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനുള്ള നല്ല സിനിമ. കയറിയിരിക്കുക 2.5 മണിക്കൂർ ഓഡിയൻസിന് ഹാപ്പി ആവണേ, അതാണ് ഒരു സിനിമ. എന്നെ സംബന്ധിച്ച് ഈ സിനിമ എല്ലാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും കൊച്ചു കുട്ടികളും പ്രായമുള്ളവരും ഒരുപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ സക്സസ്. സോ അതുകൊണ്ട് വെരി ഹാപ്പി. നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഫാമിലി. ഇന്നത്തെ നൈറ്റ് ഷോസ് ഒക്കെ നോക്കുമ്പോഴും ഫാമിലി ഓഡിയൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെ ഡീഗ്രേഡിങ് ഉണ്ടായാലും സിനിമ ഇസ് ഡിഫറൻറ്റ്. സിനിമ ഇഷ്ടപ്പെടുന്ന നല്ലവരായ പ്രേക്ഷകർ നല്ലതിനെ എപ്പോഴും തിരിച്ചറിയും, അത് അങ്ങനെയാണ് നിൽക്കുകയും ചെയ്യും. ഹേറ്റിന് മുകളിലുള്ള സിനിമയുടെ വിജയം എന്നാണ് പറയുന്നത്. അല്ല, ആ ഡീഗ്രേഡിങ് തുടക്കം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പടം സ്ട്രോങ് ആയി, ആളുകൾ അത് ഏറ്റെടുത്തു. കാരണം ഇവിടുത്തെ ഡീഗ്രേഡിംഗ് ഒന്നും വർക്കാവില്ല എന്ന് പബ്ലിക്കിന് മനസ്സിലായി തുടങ്ങി. പിന്നെ ഈ ഡീഗ്രേഡ് ചെയ്യുന്നവർ ചെയ്യുന്നത് എന്താ, അവർ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവർ കാശുണ്ടാക്കുക. അപ്പോൾ അവർക്കുള്ള കുടുംബത്തിൽ ജീവിക്കാനുള്ള കുറച്ച് കാശ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ത്രൂ തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ നന്മ ആ പ്രൊഡ്യൂസർക്ക് കിട്ടും. കാരണം ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസം 11 കോടി സംതിങ് ആണ് പടം കളക്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ്. അതാ പറഞ്ഞേ, ചില കാര്യങ്ങളുടെ തുടക്കമായിരിക്കും ഒരു പക്ഷേ ഈ സിനിമ തൊട്ട്. ഡീഗ്രേഡിങ് നടന്നാലും സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തുടക്കം ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. ഒരുപക്ഷെ ഇതിന് മുന്നേ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഇതേപോലെ അവസ്ഥ ഉണ്ടായിരുന്നു, അവരും തിരിച്ചു കയറിയതാണ്. ഇതിങ്ങനെ തന്നെ ആയിരിക്കും. നല്ല സിനിമകളിലൂടെ ഓഡിയൻസ് വിജയിപ്പിക്കും. ഒരു റിവ്യൂ നോക്കിയായിരിക്കില്ല അവർ തിയേറ്ററിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയുമ്പം ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കുറേ പേര് എന്നെ തെറി പറയായിരിക്കും. ആ തെറി പറയുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, സിനിമ നശിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. സിനിമ അങ്ങനെ തന്നെ കാണും. ആ സിനിമയോടെ ഞങ്ങളും കാണും, ഞങ്ങളുടെ ഒപ്പം പ്രേക്ഷകരും കാണും. ഈ ടീമിൻ്റെ അടുത്തൊരു പടം എപ്പോഴും വരുന്നത് ഉടനെ തന്നെ കാണും. ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത പരിപാടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഈ ടീം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അതാണ് എൻ്റെ ഒരു ശരി. പ്രത്യേകിച്ച് എല്ലാവരും എടുത്ത് പറയുന്നത് നൈറ്റ് സീൻസ് ആണ് കൂടുതലും. മീൻസ് മാണികപ്പുറത്തിലായാലും ഇപ്പോൾ സുമതിയോടെ നൈറ്റ് സീൻസ് ഭയങ്കര എറിച്ചിരിക്കുകയാണ് എപ്പോഴും. നൈറ്റ് സീൻസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. ആ ചലഞ്ചുകൾ ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് പ്രേക്ഷകർ സന്തോഷമാവും. അപ്പം സുമതിളവിലാണ് ഏറ്റവും കൂടുതൽ 48 ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്തു. ആ എഫോർട്ട് എന്താണെന്നോ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണെന്നോ അറിയാതെ ഒരു സിനിമ കണ്ടിട്ട് വന്നൊരു മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് അവിടെ നിന്ന് റിവ്യൂ പറയുന്നവർക്ക് വളരെ ഈസിയാണ്. അപ്പം ആ കഷ്ടപ്പാട് അറിയണമെങ്കിൽ അടുത്ത പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ റിവ്യൂവേഴ്സിനെ കൂടെ എൻ്റെ ലൊക്കേഷനിലേക്ക് വിളിക്കാം. അവിടെ വന്നൊരു 5 ദിവസം ജോലി ചെയ്യും. 6ാം ദിവസം അവർ കണ്ടിന്യൂ ആണ്, ഞാൻ അവരെ അംഗീകരിക്കാം. 5 ദിവസം അവർ തിരിച്ചു പോകും. കാരണം ഇതിൻ്റെ ഹാർഡ് വർക്ക് എന്താ, സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ പാഷനായിട്ട് ഇരിക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിവർക്ക് വർക്കാവാത്തത് അവരുടെ കുഴപ്പമാണ്. ഇവരൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി വന്നിട്ട് ഒന്നും ആവാതെ പോയവരാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടി ഇവർക്കൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ മെയിൻ റിവ്യൂവേഴ്സിനും ഞാൻ കണ്ടിട്ടുള്ളത് ചാൻസ് വെച്ച് മുന്നേ നടന്നിട്ടുള്ളവർ തന്നെ. അപ്പോൾ അവർക്ക് കിട്ടാത്തത് മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ ഉള്ള എവിടെയോ ഒരു ജലസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ടോട്ടാലിറ്റി ഞാൻ പറയാം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇത് ആദ്യമൊക്കെ ചെറിയ വിഷമം തോന്നി, ഇതെങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ. ഇപ്പം ഞാൻ പറയുന്നു, ഇതിനോട് പ്രതികരിക്കാൻ സമയമില്ല. കാരണം ഈ സിനിമ ഇനിയും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ സക്സസ് അടുത്ത സിനിമകൾ ഞങ്ങൾ തുടങ്ങുവാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഇതിന് കുറേ സമയമില്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കോളും. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പടം നന്നായിട്ട്. അടുത്ത പടം ഇങ്ങനെ തന്നെ ആയിരിക്കും, ഫാമിലി ഓഡിയൻസിനോടുള്ള സിനിമ. അത് പ്രതീക്ഷിച്ച് അത് ഇഷ്ടമുള്ളത് തിയേറ്ററിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഈ പറയുന്നത് സുമതിയോട് ഇഷ്ടപ്പെടാത്തതും മാളികപ്പുറം ഇഷ്ടപ്പെടാത്തുള്ള ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാനുള്ള സിനിമ എൻ്റെ കയ്യിലില്ല. ആസ് എ റൈറ്റർ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ സിനിമ ഇപ്പോൾ കാണുന്ന ഓഡിയൻസിന് വേണ്ടിയാണ്. അത് തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട്. തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇപ്പോൾ 2 പടങ്ങളിലും ബ്രോ ചെയ്തതാണ്. അല്ല, അതാ പറഞ്ഞത്, അവരാണ് നമ്മുടെ ബലം. മാക്സിമം ഫാമിലീസ് ആണ് കയറിയിട്ടുള്ളത് 2 പടത്തിൽ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് കാണുമ്പോൾ പടം ഇഷ്ടപ്പെടണം. ആ കണ്ണിലൂടെ ഞാൻ സിനിമ ചെയ്തത്. അല്ല, എൻ്റെ മക്കൾ ഇഷ്ടപ്പെടണം. ആ കണ്ണിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് 90% ഓഡിയൻസും അതാണ്. 10% പേരാണ് ഇതിനോടൊന്നും ഒരു വിലയില്ലാതെ, അല്ലെങ്കിൽ ഫാമിലി സിനിമകൾ ഫാമിലിയായിട്ട് അതിനുള്ളൊരു വില ഉണ്ട്, അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ? അതെ അതെ. ഫാമിലി ഒരു പടം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടം അതിനെ പറ്റി സംസാരിക്കും. നമ്മൾ എല്ലാ തിയേറ്ററിൽ പോകുമ്പോൾ അതല്ലേ. മാളികപ്പുറ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, മാളികപ്പുറത്തിൽ വരുന്ന യൂത്തിനെക്കാട്ടി കൂടുതൽ ഫാമിലി, അച്ഛൻ അമ്മ മക്കളാണ്. ഇത് അതേ സിനാരിയാണ് ഇതിലുള്ളത്. തുടരും കാണാൻ പോകുമ്പോൾ നമുക്ക് അത് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് സിനിമ തന്നെയാണ് സുമതിയോളവും. ഇതിൻ്റെ തുടക്ക ദിവസങ്ങളെ കുറച്ച് ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ യങ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും ഒരുപോലെ വർക്കായൊരു സിനിമയാണ്. പിന്നെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഓഡിയൻസ് തിരിച്ചു വന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 4 ദിവസത്തെ കളക്ഷൻ, ജെനുവിൻ കളക്ഷൻ, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ അടക്കം അറിയാവുന്ന ജെനുവിൻ കളക്ഷനാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങൾ അത് ഇനിയും കൂടുമെന്നതിനാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളീസ് നല്ല സിനിമയ്ക്കൊപ്പം നിൽക്കാറുണ്ട്, ഞങ്ങളോടൊപ്പം നിൽക്കും. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന അൺവാണ്ടഡ് കമൻറ്റ്സ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അതായത് ഇങ്ങനത്തെ സിനിമ ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ള സംഭവം. ഞാൻ ഉറപ്പിച്ചു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഈ സിനിമ കാണാൻ
ഫാമിലിയുടെ ഉള്ളിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ കഥകൾ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്റ്റൈൽ അതാണ്. അത് ഇഷ്ടപ്പെടുന്നവർ കണ്ടോട്ടെ. അത് ഇഷ്ടപ്പെടാത്ത ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് റിവ്യൂ പറയാതിരിക്കുന്ന ആരും തന്നെ ആ സിനിമ കാണാൻ വരണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ റിവ്യൂ പറയുന്ന ചേട്ടന്മാരും അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ കണ്ടന്റ് ഇട്ട് കാശുണ്ടാക്കുകയാണ്. ആ കാശെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറക്കിയ കാശ് വെച്ചിട്ടാണ് അവനും കാശുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം പ്രൊഡ്യൂസർക്ക് കിട്ടും. കാരണം ആ റിവ്യൂവേഴ്സിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന കാശാൽ അവരുടെ കുടുംബം പച്ചരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലെ കുറേ പേര് എടുത്ത എഫോർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ കുടുംബവും നന്നായി തന്നെ ജീവിക്കട്ടെ. താങ്ക് യു.